അതുപോലെ പരാജയപ്പെട്ട ഒരുപാട് ബിസിനസ്സുകാർ കാണും. പക്ഷെ അവരൊരിക്കലും പരാജയപ്പെട്ടവരല്ല. അവരുടെ മനസ്സ് വലുതായതുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുത്തവരാണ്. എല്ലാവർക്കും ദൈവവിശ്വാസം കൂടുതലാണ്. ഈ ഭാഗ്യം പിന്നെയും വരും എന്നുള്ള വിശ്വാസം കൊണ്ട് അവർ മാറിക്കൊടുക്കുന്നവരാണ്. ആ മാറിക്കൊടുത്തതിൻ്റെ മുകളിൽ നിന്ന് മറ്റുള്ളവർ അട്ടഹസിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം നേടിയത്, ഞാൻ മാർക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് എല്ലാം ചെയ്തത്. ആർക്കും ഒന്നും പറ്റത്തില്ല. അല്ലെ ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരിക്കും. ആ ഇൻവെസ്റ്ററെ ചതിച്ച കഥ പുറത്ത് പറയാൻ പറ്റത്തില്ല. അതൊന്നും പറയാത്തത്. നിങ്ങളൊരു നല്ല റൈറ്റ് പ്ലേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് വരും. അപ്പം നിങ്ങൾ ആദ്യം ഒരു ബിസിനസ് ഇട്ട് കൊടുത്ത് അത് റൺ ചെയ്ത് വരും. നിങ്ങളുടെ വരുമാനങ്ങൾ നോക്കും. അപ്പം മറ്റുള്ള പാർട്ട്ണർമാർ വിചാരിക്കും ഇവനെ എന്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങളല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു വഴിയായിരിക്കും ഇനി ഇങ്ങനെ അവിടെ മറ്റുള്ളവരുടെ എന്തിനാ കമ്പനി കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇനി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അതായതാന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മളാരും അല്ലെന്നൊരു വരുത്തി തീർത്തിട്ട് നമ്മളെവിടുന്ന് പറഞ്ഞു വിടും. അതൊരു ഷോർട്ട് കട്ടാണ്. പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. എന്നിട്ട് പിന്നെ അവർക്ക് ഒന്നും ചെയ്യണ്ടല്ലോ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റോഡിൽ കൂടെ ഒന്നുമില്ലാതെ നടന്നു പോകുമ്പോഴും അവർ കാറിൽ പോകുമ്പോഴത്തേക്ക് നമ്മളെ കണ്ട് ചിരിക്കും. അപ്പം ഇതിങ്ങനെ പറയും, അന്ന് നമ്മളോട് പറഞ്ഞവരായിരിക്കും നീ കഷ്ടപ്പെടുന്നത് കാണുന്നത് ഇഷ്ടമല്ല. പക്ഷെ അവരെ എങ്ങനെയും നമ്മൾ ഒഴിവാക്കണം. എപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ 2 തവണ 10 തവണ ആലോചിക്കുക. പക്ഷെ എല്ലാവരും ഇറങ്ങി അബദ്ധത്തിൽ ചാടും. ഉറപ്പുള്ള കാര്യമാണത്. മനുഷ്യരെങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മൾ നോക്കിയാൽ തന്നെ കാണാം. ആരെയും പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ഇപ്പം 2-3 പാർട്ട്ണർമാരായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ 3 പേരും നിലനിൽക്കത്തില്ല. ഒരാൾ മാറിയാൽ അയാളെ ഒഴിവാക്കിയതാണ്. വേണമെന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിൽ മിസ്റ്റേക്കുകൾ നല്ല സമയത്ത് ആളുടെ മിസ്റ്റേക്കുകളെല്ലാം അവർക്ക് ഓക്കെയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് മതി അവരെ പുറത്താക്കാൻ. പിന്നെ ഈ പാർട്ട്നേഴ്സിനെ നിർത്തിക്കൊണ്ട് പോകുന്നത് വലിയ വിജയമാണ്. അതിനും വലിയൊരു മനസ്സ് വേണം, കൊടുക്കാനുള്ള മനസ്സ് വേണം. അല്ല, ഒരാളിൽ നിന്നുള്ള ഇൻകം നിന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ആലോചിക്കുന്നില്ല എന്താണ് നിന്നതെന്ന്. പുള്ളി ആദ്യം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളിയുടെ കോണ്ടാക്ട്സ് എല്ലാം കൊണ്ടായിരിക്കും ഈ കമ്പനി വളർന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കോണ്ടാക്ട്സ് നിന്ന് പോകും. പിന്നെ വരുന്നത് ഇവരല്ലേ കമ്പനിയുടെ മുഖച്ഛായായിട്ട് നിൽക്കുന്നത്. അവരിലേക്ക് കോണ്ടാക്ട്സുകൾ വരുമ്പോൾ അവർക്കായിരിക്കും ഇൻക്വയറീസും കാര്യങ്ങളും വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് മറ്റേ പാർട്ണറെ അവർ ഒഴിവാക്കാൻ നോക്കും. അതും ഈ പാർട്ണർഷിപ്പിലെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം അത് മുൻകൂട്ടി കാണുക ആൾക്കാർ. അന്ന് നമ്മളോട് ആദ്യം പറയും അയ്യോ വലിയ കമ്പനിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞങ്ങൾക്ക് കാണുമ്പോൾ വിഷമമാവുന്നു അതായതാന്നൊക്കെ പറയും. 6 മാസം 1 വർഷമോ നിർത്തി കഴിഞ്ഞ് നമ്മൾ ആരും അല്ലെന്ന് വരുത്തി തീർക്കും. ഇപ്പോൾ പറഞ്ഞു വിടും. അതാണ് ഞാൻ പൊതുവേ കാണാറുള്ളത്. അതെപ്പോഴും മുൻകൂട്ടി കാണുക, കണ്ടുകൊണ്ടേ ഇറങ്ങാവുള്ളൂ. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്ന ആദ്യത്തെ കമ്പനിയിലുള്ള റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും. പിന്നെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ അവർക്ക് ഇഷ്ടമായിരിക്കും, തിരിച്ചല്ല നമുക്ക് തിരിച്ചു പോകാൻ മടിയായിരിക്കും. നമ്മൾ പകച്ചൊറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്കൊരു ഫ്രണ്ട് സർക്കിളും ഉണ്ടായിരിക്കും. നമ്മളുള്ള ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറിയിട്ടായിരിക്കും നമ്മൾ ഇവരുമായിട്ട് കൂട്ടുകൂടി. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അവർ ആ സെയിം ഫ്രണ്ട്ഷിപ്പിലാണ് നിൽക്കുന്നത്. അവർ സക്സസ് ആയിട്ട് പോകും. അവർക്ക് ആ എനർജി ഉണ്ട്, അവർക്ക് ആ ഫ്രണ്ട് സർക്കിളും എല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം എനർജി എന്ന ഫ്രണ്ട് സർക്കിളും എല്ലാം നമ്മൾ വിട്ടേച്ച ഇവരുടെ കൂടിയത്. ഇവർ തൽക്കാലമായിട്ട് നമ്മുടെ കൂടെ വന്ന് അടുക്കുകയോ സ്നേഹവും കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ പെട്ടുപോകുന്നത്. അതെപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ നമുക്ക് പറയാൻ എളുപ്പമാണ് ഹാർഡ് വർക്ക് ചെയ്ത് വിജയിക്കുമെന്നൊക്കെ. നമ്മൾ കറക്റ്റ് റൂട്ടിലാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മുടെ മാനസികാവസ്ഥയും എല്ലാം അതിന് ഘടകമാണ്. നമുക്ക് അന്നുള്ള എനർജി ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ വിജയിച്ചത്.
ആ എനർജി എല്ലാം നമ്മൾ വേറൊരു ഇതിൽപ്പെട്ട് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കയറി വരാൻ പറ്റും. അതിന് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഹെൽത്തും എല്ലാം നമുക്ക് അനുകൂലമായിരിക്കും. ഓക്കെ.